രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നും എംഎൽഎ സ്ഥാനത്ത് തുടരാൻ രാഹുൽ അയോഗ്യനാണെന്നും ബിജെപി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വേണുഗോപാൽ. പാർട്ടി സ്ഥാനം രാജിവെച്ചത് പ്രസക്തമല്ല എന്നും എല്ലാ സ്ത്രീകളോടും ഇങ്ങനെ പെരുമാറുന്ന ആളാണ് എംഎൽഎ എന്ന് ഇരയാക്കപ്പെട്ട സ്ത്രീകൾ തുറന്നു പറയുന്ന സാഹചര്യത്തിൽ എംഎൽഎ സ്ഥാനത്തിരിക്കാൻ അയോഗ്യനാണ് രാഹുൽ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു പാർട്ടിയുടെ എന്ത് ചുമതല എടുക്കുന്നു ആ ചുമതല എടുത്തോ ഒഴിഞ്ഞോ എന്നുള്ളത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രസക്തമല്ല. ആ പാർട്ടിയുടെ ചുമതല ഒഴിയുന്നതും ഒഴിയാതിരിക്കുന്നതും അത് പാർട്ടിക്കുള്ളിലുള്ള ആഭ്യന്തര കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ള ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, സ്ത്രീ വിഷയങ്ങൾ, അതൊരു എംഎൽഎ എന്നുള്ള നിലയിൽ ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല. പ്രത്യേകിച്ച് അതിന് ഇരയായി എന്ന് പറയുന്ന സ്ത്രീകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഒന്നോ രണ്ടോ മൂന്നോ അതിലൊന്നും നിൽക്കുന്നതല്ല, എല്ലാവരോടും ഇത്തരത്തിലുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ വീടുകളിൽ കയറ്റാൻ കൊള്ളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ലൈംഗിക ആരോപണം വന്ന ഉടൻ രാജിവെക്കാൻ കോൺഗ്രസ് നിർദ്ദേശം നൽകണമായിരുന്നു എന്നും ഇയാളുടെ സ്വഭാവം നേരത്തെ അറിഞ്ഞിട്ടും ഇയാളെ മുന്നോട്ടു പോവാൻ അനുവദിച്ചത് എന്തിനെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണമെന്നും വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് രാജി ആവശ്യപ്പെടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് കോൺഗ്രസിന് ഇതൊന്നും പുത്തിരിയല്ല, ഇതൊന്നും കോൺഗ്രസിൽ ഇതെല്ലാം അനുവദിക്കപ്പെടുന്നതാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കാതെ ഇങ്ങനെ പോകുമ്പോൾ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഏകദേശം സത്യസന്ധമാണ്. പലപ്പോഴും അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ഇവിടുത്തെ MP അടക്കമുള്ള ആളുകൾ ഈ സ്ത്രീകളെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കാൻ മറ്റുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തയ്യാറാകുമ്പോൾ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമല്ല എന്നാണ് വരുന്നത്. ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇത് നേരത്തെ തന്നെ അറിയാമായിരുന്നു കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് എന്ന് ഇരകളായുള്ള സ്ത്രീകൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്, ഇത്തരത്തിലുള്ള ആളെ മുന്നോട്ട് പോകാൻ സമ്മതിച്ചത് എന്ന് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസിന്റെ നേതൃത്വമാണ്. കഴിഞ്ഞ 2 തവണയും ബിജെപി 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് കോൺഗ്രസിന്റെ തെറ്റായ പ്രചരണം കാരണമാണെന്നും കോൺഗ്രസ് വലിയ അപകടകാരികളാണെന്ന് ഇതോടെ ജനങ്ങൾക്ക് മനസ്സിലായതായും ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ജനങ്ങൾ പുറന്തള്ളുകയും ബിജെപി മതിയെന്ന് ജനങ്ങൾ തീരുമാനിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. ബൈറ്റ്. അതുകൊണ്ട് വളരെ കൂടുതൽ വോട്ടർമാരുള്ള സ്ത്രീ സമൂഹം ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിപ്പോൾ രാഹുൽ രാജിവെച്ചിട്ടായാലും അതിന് അല്ല കാലാവധി കഴിഞ്ഞിട്ടായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പുറന്തള്ളും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. BJPയുടെ വിജയം സുനിശ്ചിതമാണ്. അത് അംഗീകരിച്ചേ പറ്റും. എത്രയോ കാലമായി BJPക്ക് അത്തരത്തിൽ ഒരു അടിത്തറയുള്ള ഈ കോൺഗ്രസിൻ്റെ തെറ്റായുള്ള പ്രചരണങ്ങളും അതിൻ്റെ സ്ഥാനാർത്ഥികൾ ഈ പുറംമൂടി മാത്രമേ ഉള്ളൂ എന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് ഇനി അവിടെ BJP അല്ലാതെ ജനങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ജയിക്കാൻ കഴിയില്ല. അപ്പോൾ കോൺഗ്രസ് വേണോ BJP വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇനി BJP മതി എന്നുള്ള തീരുമാനത്തിലേക്ക് ജനങ്ങൾ ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടാവും എന്നാണ്